നമ്മൾ ആ വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് വേറെ സ്ഥലത്ത് താമസിച്ചിട്ട് അവിടെ രാവിലെ എണീക്കുമ്പോൾ പോലും നമ്മളെ വീട്ടിലാണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും. അമ്പൂട്ടൻ ഒന്ന് ചിരിച്ച് അമ്പൂട്ടനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി, നമ്മളെ മൈൻഡിൽ ബാക്കിയുള്ള വിഷമങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അമ്മയും അച്ഛനെയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ, അവരെ വിളിക്കാറുണ്ടോ? ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. പുതിയൊരു വ്ളോഗല്ല, പുതിയൊരു Q&A വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ സംസാരിച്ചിട്ട്, നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചിട്ട് കുറേ നാളായി. Q&A പോസ്റ്റ് ഇട്ടിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. എല്ലാവരും ചോദിക്കുന്നു Q&A. ഒരു മാസത്തിൽ കൂടുതലായി, ശരിയാ. ഒരു മാസമായി നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. പിന്നെ ഇങ്ങനെ ഓരോ കാരണങ്ങളും ഉണ്ട്, അതിങ്ങനെ തള്ളി പോയി. ഞാനും അമ്പൂട്ടനും ഒരേ കളർ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. നീ ഏതാണ്? നിനക്ക് ഈ കളറില്ലേ? എന്നോട് ഞാൻ ഈ കളർ എടുത്തപ്പോൾ എന്നോട് മനഃപൂർവ്വം വേറെ കളർ എടുത്ത് ഇതിട്ടാ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ കളർ ഇട്ടപ്പോഴാ ഈ കളർ നിനക്കില്ലല്ലോ. മൃദുലേ എപ്പോഴും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നും ഇടത്തില്ല, എപ്പോഴും ഇങ്ങനെ അടഞ്ഞ കളറേ എടുക്കത്തുള്ളൂ. അതെന്താന്ന് എനിക്കറിയത്തില്ല. മൃദുലയ്ക്ക് ബ്രൈറ്റ് കളറിനോട് വലിയ താല്പര്യമില്ല. ബ്രൈറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് കളർഫുൾ. ഇന്നത്തെ കളർഫുൾ എടുക്കാം. എന്തുവാ Q&A മുടി നമുക്ക് ചോദിച്ചു പറയാം. ആദ്യത്തെ ചോദ്യത്തിലോട്ട് നേരിട്ട് അങ്ങ് കടക്കാം. പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും വന്ന മാറ്റം എന്താണ്? എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ മാറ്റം, ഞാൻ ഫസ്റ്റിലത്തെ മാറ്റങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടി ഒന്ന് ഹൈ ആയിട്ടുണ്ട്. കാരണം ഗൃഹനാഥൻ. അതെ, മൊത്തം നോക്കുന്ന ഒരു ഗൃഹനാഥൻ. പണ്ടത്തെ എന്ന് വെച്ചാൽ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പഴയ വീട്ടിലാകുമ്പം അവിടെ അച്ഛനുണ്ടായിരുന്നു, പിന്നെ അമ്മയുണ്ടായിരുന്നു. വീട്ടിലെ സാധനങ്ങളും പല ടെൻഷനുകളും വീട്ടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പലതും നമ്മുടെ തലയിലോട്ട് ഡയറക്റ്റ് വരത്തില്ല. സ്വന്തമായിട്ടൊരു വീട് ഒറ്റയ്ക്കായപ്പോ എല്ലാ കാര്യങ്ങളും A to Z വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അതെ, എനിക്ക് അത് ആദ്യത്തെ കുറച്ച് ഇതായിരുന്നു. കാരണം ഉപ്പ് മുളക് മല്ലി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ ഒരു സാധനം മിസ് ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് നമ്മളത് പറഞ്ഞില്ല എന്നുകൂടെ പറയും, വെറുതെ മറന്നു പോയെന്ന് പറയത്തില്ല. 10 സാധനം വാങ്ങാൻ പറഞ്ഞ ചിലവ് 2 സാധനങ്ങൾ മറന്നു പോകും. പിന്നെ ചിലപ്പോ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരും, പക്ഷെ അത് വീട്ടിൽ ആവശ്യമുള്ളതായിരിക്കും. ഇപ്പൊ ഞാൻ പഠിച്ചു കേട്ടോ. ഇപ്പൊ ഇന്നലെ മൃദുല മുട്ട വേണമെന്ന് പറഞ്ഞു, മുട്ട വാങ്ങിച്ചു. അപ്പൊ ഇപ്പൊ അങ്ങനെ പഠിച്ചു. അപ്പൊ ആദ്യം അതൊരു ടഫായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ടഫായിരുന്നു. അപ്പൊ വേറെ ആരും ഇല്ലല്ലോ. അപ്പം ഞാനും എവളും കുഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യണം. നമ്മളൊരു വീട് വാങ്ങിച്ചാൽ മാത്രം പോരാ, വീട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്കാണ്. അത് വലിയ ടാസ്കാണ്. അപ്പം അത് ചെയ്യണത് ഞാനും മൃദുലയും അതിന് പക്കായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീട് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇപ്പോഴേ മെയിൻറ്റെയിൻ ചെയ്തേ പോയാൽ പറ്റും. പിന്നെ നമ്മൾ വീട് വാങ്ങുമ്പോൾ പല ടെൻഷനുകളും എനിക്ക് ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ വേറൊരാൾ വെച്ച വീടാണ്, അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ലൈറ്റ് ഫ്യൂസ് ആയാലോ അതൊക്കെ എനിക്ക് അപ്പം തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു മനസ്സിനകത്ത് ഒരു ഇങ്ങനെ കിടക്കും. രാത്രി ഉറങ്ങുമ്പോഴാണ് അത് ചെയ്തില്ലല്ലോ. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു പുതിയ വീട് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നേരെ മൃദുലയ്ക്ക് പുതിയ വീട് വാങ്ങിച്ചതിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ? അത് ഏട്ടൻ പറഞ്ഞാൽ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം, എല്ലാം നോക്കണം. എല്ലാ കാര്യങ്ങളും, വീട് ക്ലീനിങ്, അതുപോലെ തന്നെ കിച്ചൺ, കുക്കിങ്, എന്താ പറഞ്ഞ കുഞ്ഞ്. അത് പുതിയ മോഡിലോട്ട് മാറിയപ്പോ അവനും ഉണ്ടല്ലോ കൂടെ. ഇത്രയും നാൾ അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കണം, ഏട്ടന്റെ കാര്യങ്ങൾ നോക്കണം. മൊത്തത്തിൽ ചേഞ്ച് തന്നെ. കുക്കിങ്, നാളെ എന്തുണ്ടാക്കും, നാളെ രാവിലെ എന്ത് വേണം, ഏട്ടൻ എന്തായിരിക്കും ഇഷ്ടം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വേറെ എന്താ ചേഞ്ച് പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ എന്തോ കുറച്ച് ദിവസം കൊണ്ട് ഈ വീട് നമുക്കങ്ങ് ഇണങ്ങി. അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്ട്രേഞ്ച് അങ്ങനെ ഒരു ഫീൽ ഒന്നുമില്ല. പഴയ വീട് മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. പഴയ വീട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും. കാരണം 1 വർഷം ഞാൻ ജീവിച്ച വീടല്ലേ, 1 വർഷത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പഴയ വീട്. അതായത് ഞാൻ പറയണമെന്ന് വെച്ചാൽ, മോട്ടർ വെള്ളം ഇട്ടിട്ടുണ്ടോ? അപ്പുറത്തെ വീട്ടിലാണ്. ഇപ്പൊ നമ്മളിവിടെ അടുത്തടുത്ത് വീടായാലേ ഇവിടെ മോട്ടറിൽ വെള്ളം നിറഞ്ഞാൽ ഇവിടെ വീഴുന്നു, അവിടെ നിറഞ്ഞാൽ ഇവിടെ വീഴുന്നു. കാരണം എല്ലാവർക്കും കുറച്ച് പ്രോപ്പർട്ടി ഉള്ളൂ, 5 സെന്റ് 6 സെന്റ്. അപ്പൊ മോട്ടറിൽ വെള്ളം നിറഞ്ഞാൽ നമ്മുടെ വീട്ടിലാണോ എന്ന് നമുക്ക് ഡൗട്ടാ. അതാ, എല്ലായിടത്തും ഒരേ എക്യുപ്മെന്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിനുള്ള താളം വരെ സെയിമാ എല്ലാം. അതുപോലെ തന്നെ ഇവിടെ വീട്ടിലോട്ടെങ്കിലും ബൾബ് പോയാലോ എല്ലാവർക്കും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. കാരണം ഈക്വൽ സെയിം. ഇവിടുത്തെ ടോപ്പ് ലൈറ്റ് ഒന്നാണ്, ഇവിടുത്തെ സ്വിച്ച് ഒന്നാണ്, എല്ലാം കമ്പോണൻസ് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസ് സെയിം ആണെന്ന് പറയാം. ഇല്ല, ഇവരെ ഒരേ സ്ഥലത്ത് നിന്ന് ഡിസ്കൗണ്ടിന് എന്തോ വാങ്ങിച്ചു വെക്കുന്നതെന്തോ എനിക്ക് അറിയത്തില്ല. വീട് മിസ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും വീട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. അപ്പോൾ എനിക്കത് മിസ് ചെയ്യായിരിക്കും. കാരണം ഞാൻ അങ്ങനെ എങ്ങും മാറി നിൽക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും വീടിനകത്തിരിക്കുക, എപ്പോഴും വീടിനകത്ത് പോയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പം പെട്ടെന്ന് കുറെ നാൾ നമ്മളെ വീട്ടിൽ താമസിച്ചിട്ട്
നമ്മളെ ശീലങ്ങളും നമ്മളാ വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് വേറെ സ്ഥലത്ത് താമസിച്ചിട്ട് അവിടെ രാവിലെ എണീക്കുമ്പോൾ പോലും നമ്മളെ വീട്ടിലാണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും. അയ്യോ ഞാൻ വീട്ടിലാണ്. ശരി, എനിക്കത് മാറ്റിയെടുക്കാൻ കുറേ നാളെടുത്തു കേട്ടോ. ഞാൻ ആ വീട് വാങ്ങിച്ച ആ ഒരു ടൈം കുറച്ച് നാൾ ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഞാൻ അവിടെ ആണെന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ആ കണ്ട ചുമരും ആ കണ്ട ബെഡിലെ ശീലവും നമുക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ. നമുക്കിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഞാൻ പോവും. കാരണം എനിക്കറിയാം അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അപ്പം അതൊക്കെ ഒന്ന് മാറി വരാനായിട്ട് കുറേ നാൾ ടൈം എടുത്തായിരുന്നു. അപ്പം ഓഫ്കോഴ്സ് എനിക്കവിടെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മൾ ആ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പൊരുത്തപ്പെട്ടു. ഇപ്പം എവിടെ പോയാലും ഇവിടെ തിരിച്ചു വരണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. എവിടെ കറങ്ങിയാലും ഇവിടെ ലാസ്റ്റ് വരുമ്പം വന്ന് കയറുമ്പം ഒരു മനസ്സിനകത്തൊരു കുളിർമയുണ്ട്. ഞാനിപ്പോൾ തെമ്മലെ പോലും പോയി നിന്നിട്ട് കുറേ ദിവസത്തിന് ശേഷം ഈ വീട്ടിൽ വന്ന് ഡോറൊന്ന് തുറന്ന് ഈ ഹാളിലോട്ട് ഇരുന്നപ്പം കുറച്ച് നേരം സെറ്റിൽ ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു കുളിർമ അതങ്ങനെയാണ്. നമ്മൾ ഇപ്പം പൊരുത്തപ്പെട്ടു, ഓക്കെയാണ്. അമ്പൂട്ടൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആസ് എ മദർ മൃദുല ചേച്ചിക്ക് വന്ന ക്യാരക്ടർ ചേഞ്ച്. ഞാനൊരു അമ്മയായി. ഓ, വളരെ ബ്യൂട്ടിഫുൾ ചേഞ്ച് ആണോ അത്. ചേഞ്ച് അത് പറഞ്ഞാല് എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ തന്നെ എത്രയോ ദിവസങ്ങളില് ബാത്റൂമിൽ പോകാൻ പോലും എനിക്ക് ചിലപ്പോ അവൻ കരയുന്ന സമയത്ത് ഞാൻ പോകത്തില്ല. അത് കഴിഞ്ഞ് എന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവനാ. അവൻ കഴിഞ്ഞ് അവൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യത്തുള്ളൂ. ഇപ്പൊ തന്നെ അടുപ്പത്ത് നിന്ന് കുക്ക് ചെയ്തൊക്കെ ഏട്ടൻ പറയും അവനെ കരഞ്ഞ് അവൻ ഓക്കെ ആയതിനു ശേഷം മാത്രം നീ ബാക്കി കുക്ക് ചെയ്താൽ മതി. എല്ലാം അവനാണ്. അവൻ കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് എന്തും. അവന്റെ കാര്യങ്ങൾ നോക്കി. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ മൃദുല എന്താ പറയുന്നത്, സ്വന്തം മേക്കപ്പ് അല്ലെങ്കിൽ സെൽഫ് കെയർ അവളെ പക്കയായിട്ട് കെയർ ചെയ്യുമായിരുന്നു. ഇത് ഇപ്പം അങ്ങനെയില്ല കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഡൈപ്പർ ബാഗ് അമ്മൂട്ടനെ ഒരുക്കി കൊണ്ടത്. പിന്നെ ഞാൻ ഡ്രസ്സ് അപ്പൊ എനിക്ക് അതാണ് മൃദുലയില് ഭയങ്കര ചേഞ്ച് ആയിട്ട് തോന്നിയത്. കാരണം അവളെ കെയർ ചെയ്യുന്നത് കുറച്ചു, കുഞ്ഞിനെയാണ് കൂടുതലും കെയർ ചെയ്യുന്നത്. അതിനുള്ള ടൈമേ കിട്ടുന്നുള്ളൂ. എത്ര അപ്സെറ്റ് ആയിട്ടിരുന്നാലും അവൻ എന്റെ കളിയും ചിരി അവൻ്റെ കൂടെ ഇച്ചിരി ഇരുന്ന് കാര്യം പറയുമ്പോഴൊക്കെ അത് അയ്യോ അത് സത്യം കേട്ടോ. അത് കഴിഞ്ഞ വീഡിയോയിൽ ആരെ കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എത്രയും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന മൃദുലയായാലും അമ്പൂട്ടൻ ഒന്ന് ചിരിച്ച് അമ്പൂട്ടനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. നമ്മളെ മൈൻഡിൽ ബാക്കിയുള്ള വിഷമങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. നമ്മൾ വേറെ എവൻ്റെ കൂടെയുള്ള കളിയിലായി പോകും. അപ്പം നമ്മളെ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് അമ്പൂട്ടനാണ് സത്യം പറഞ്ഞു. ഇപ്പം പണ്ടത്തേക്കാൾ അവൻ ആക്റ്റീവ് ആയല്ലോ. അവനിപ്പോ എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ ഇരുന്നുള്ളതാണ്ട് ഒരു കുഴപ്പമില്ല, വഴക്കൊന്നുമില്ല, നമ്മുടെ കൂടെ ഇരുന്നോളൂ. ഈ ഒരു കോണ്ടന്റ് ഇപ്പം വീഡിയോ എടുക്കുന്നതും പ്രോപ്പർ ടൈമിൽ നമ്മൾ കറക്റ്റ് ഡേ ബൈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൊക്കെ ഏറ്റവും ഒരു ക്രെഡിറ്റ്സ് അമ്പൂട്ടന് കൊടുക്കണം. കാരണം അവൻ അത്രയും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ. അപ്പം അവൻ ഭയങ്കര എപ്പോഴും വാശി പിടിച്ച് കരയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനും ഇവള് മാത്രമായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഫുൾ ക്രെഡിറ്റ്സ് അമ്പൂട്ടരാ. കാരണം അവൻ നമ്മളോട് അത്രയ്ക്കും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇരിക്കുന്നുണ്ട് അവൻ ഇരുന്നോളും. പക്ഷെ ഞാൻ പലയിടത്തും നമ്മളെ കുഞ്ഞിനെ കാക്കയ്ക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. പക്ഷെ എന്നാലും ഞാൻ പറയാം, നമ്മൾ പലയിടത്ത് പോകുമ്പോഴും ഇവൻ്റെ അതേ പ്രായമുള്ള കൊച്ചുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കരയുന്ന കണ്ടിട്ടുണ്ട്. ചില ഇങ്ങനെ ഇരിക്കത്തില്ല. അപ്പം കണ്ണു വെക്കാതെ ഇരിക്കട്ടെ റംബൂട്ടാ, നീ നാളെ ഇങ്ങനെ ആയിരിക്കണം, അച്ഛനോട് പറയിപ്പിക്കല്ലേ. പക്ഷെ എന്നാൽ പോലെ അവൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇച്ചിരി ചൂടായാലും ഇച്ചിരി ഇതായാലും അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തീരെ വിശന്നിട്ട് സഹിക്കുന്ന പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴേ അവൻ കരയത്തുള്ളൂ. പിന്നെ നമ്മളെ പ്രസൻസ് എപ്പോഴും അവൻ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവൻ കരയത്തില്ല. അവനിപ്പം മൃദുല കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ ബെഡിൽ കിടത്തിയിട്ട് പോകും. ഞാനപ്പം എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാളിലിരിക്കും. അപ്പം അമ്പൂട്ടൻ നമ്മൾ തലകണ വെച്ചിട്ട് അതിനെ നടുക്കിടക്കും. അങ്ങനെ ഉണന്ന് അധികം നേരം കിടക്കൂല. ഒന്നീ ഞാൻ അടുത്ത് വേണം, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്ന എനിക്കൊന്നുമില്ല. റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ പിന്നെ ഇതുണ്ട്, നല്ല ടൈം സ്ലാപ്പ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കി അങ്ങനെയൊക്കെ ആക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലേ. സെക്കൻഡ് ബേബി പ്ലാനിങ് ഉണ്ടോ? സെക്കൻഡ് ബേബി വേണമെന്നുണ്ട്. ഒരിക്കലും ഇപ്പോഴേ ഒന്നും പ്ലാൻ ചെയ്തില്ല. ഇപ്പോഴേ നിങ്ങൾ എന്താണ് ഈ പറയണത്? കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സെക്കൻഡ് ബേബി പ്ലാനിങ് നടക്കട്ടെ. എവന്റെ കാര്യം മാത്രം നോക്കാനേ ടൈമുള്ളൂ. നമ്മളെ കാര്യം നോക്കി എവന്റെ കാര്യം മാത്രം നോക്കാനേ ഇപ്പം ടൈമുള്ളൂ. ഇനി അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ പെട്ടെന്നൊരു ബേബി ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് എവനിലുള്ള ശ്രദ്ധ കുറയും. എവനിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനോട് എനിക്ക് താല്പര്യം. നമുക്ക് ഇവനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എത്രത്തോളം ശ്രദ്ധ കൊടുത്ത് ഒരു ടൈം വരെ നമുക്ക് അവനെ പക്കയായിട്ട് ഇപ്പം നോക്കുന്നതൊക്കെ തന്നെ നോക്കണം. എന്നിട്ട് നമുക്ക് ഇതുള്ളൂ
കുഞ്ഞുങ്ങളായി രണ്ടുപേരെയും കൂടി നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ കുഞ്ഞിനും ടൈം കൊടുക്കണം, ഇവനും ടൈം കൊടുക്കണം. അപ്പം എന്താ പറയുന്നത്, മൂത്ത കുഞ്ഞിനെ ഒരുപാട് കുഞ്ചിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇളയ കുഞ്ഞിനെ മാത്രം താലോലിച്ചോളം എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. പക്ഷെ 2 മക്കളെയും താലോലിച്ചും 2 മക്കളെ ഇതാക്കി നോക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ നോക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ നല്ല ടൈം പീരീഡ് വെച്ചിട്ട് നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കല്യാണത്തിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് ബേബി വേണമെന്ന് നമുക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അത് നമുക്ക് നമ്മളെ വ്യൂവറിന് ആൾറെഡി അറിയാം. നമ്മളത് അപ്പം പലരും പറയാം നിങ്ങളൊരു പ്ലാനിങ് ഇല്ലാണ്ട് ലൈഫിൽ പെട്ടെന്ന് ബേബി ആയി, പെട്ടെന്ന് നിങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ലായിരുന്നു നമ്മുടെ മാരേജ് ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ കുറേ പേരുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ പ്ലാനിങ് ആണ്. നമുക്ക് കുഞ്ഞ് പെട്ടെന്ന് വേണമെന്നുള്ളത് നമ്മുടെ 2 ഡിസിഷൻ ആയിരുന്നു. നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഒരു വിധത്തിലും നമ്മളെ എൻജോയ്മെന്റിനെയോ നമ്മുടെ ലൈഫിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും നമുക്ക് എഫക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അവനെ ഞാൻ പറഞ്ഞല്ലോ, കൈ പിടിക്കുന്നുണ്ടോ, പെട്ടെന്നായതുകൊണ്ട് എനിക്ക് അച്ഛനും കാണാൻ പറ്റിയവനെ. കല്യാണം കഴിഞ്ഞ് പെട്ടെന്നായി, 1 വർഷം കൊണ്ട് അകത്ത് തന്നെ കുഞ്ഞുമായി. നിന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞതേ ഉള്ളൂ, നീ കരയല്ലേ, നാണം മാനം കെടുത്തല്ലേ അച്ഛന്റെ. Okay, next question. 3 things you miss after becoming a parent. ഇപ്പൊ നമ്മള് തമ്മിലുള്ള കുറച്ച് ടൈം ഉണ്ടല്ലോ, അത് അമ്പൂട്ടൻ വന്നതിന് ശേഷം നമ്മളിൽ മിസ്സായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത്. ഞാനും മുതലേ ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിപ്പില്ല. ഇപ്പം വളരെ റയറാ, എനിക്ക് ഓർക്കാൻ കൂടെ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുള്ളൂ. അതിപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ പോലും ചില നേരം അമ്മയുടെ കയ്യിലും ഇരിക്കത്തില്ല, അമൃതയുടെ കയ്യിലും എൻ്റെ കയ്യിലും ഇരിക്കത്തുള്ളൂ. അപ്പം അതാണ് മിസ് ചെയ്യുന്നത്. എനിക്ക് മെയിനായിട്ട് ഫുഡ് ഒന്നിച്ച് കഴിക്കുന്നത് മിസ് ചെയ്യാറുണ്ട്. വയനാടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല ആക്ടിവിറ്റീസിലും മൃദുലേക്ക് കയറാൻ പറ്റിയില്ല, പലതിലും. അപ്പം എനിക്ക് അതൊക്കെ ഞാൻ എല്ലാത്തിലും എൻജോയ് ചെയ്തായിരുന്നു. മൃദുലേക്ക് കയറാൻ പറ്റാത്തപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അയ്യോ അവർക്ക് കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. ഇപ്പം ഓഫ് റോഡിനായിക്കോട്ടെ, അതൊക്കെ അമ്മയാകുമ്പോൾ അങ്ങനെ ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നും. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നു. അതിപ്പം വലിയ കാര്യമൊന്നും അല്ലല്ലേ. കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നു, ഡൈപ്പറാണോ എപ്പോഴും യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യും, കുഞ്ഞിനെയും വീട്ടുജോലിയും എങ്ങനെ മാനേജ് ചെയ്യും, മൃദുലോടാണ് ചോദ്യം. കുഞ്ഞിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് കുഴപ്പമില്ല, അവ എൻ്റെ ഇരുന്നോളൂ, ഞാൻ ഉണ്ടെങ്കിൽ അവ ഇരുന്നോളൂ. പിന്നെ വയനാട് പോയപ്പോഴായിക്കോട്ടെ അത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് അമ്പൂട്ടൻ ഓക്കെ ആയിരുന്നു. അത് കുറച്ചുകൂടെ കുഞ്ഞല്ലേ, 3 മാസം ഉള്ളപ്പോഴായി, ഇവനിപ്പോ 5 മാസമായില്ലേ. 3 മാസത്തില് ആയിരുന്നു ഒരു ഇച്ചിരി ടഫായിരുന്നു. ചില സമയം കരഞ്ഞു പോകുമ്പോ എന്തിനാ കരയുന്നുള്ള രീതിയില്. പിന്നെ കുഴപ്പമില്ല, അവ ഉറങ്ങി. ഇപ്പൊ വേറെ ഫീഡൊന്നും ചെയ്യണ്ടല്ലോ, ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ആയതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ യാതൊരു മറ്റേ പൊടിയുള്ള കൊടുക്കുന്നില്ല, ഫോർമുല മിൽക്ക് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവൻ എൻ്റെ തന്നെ ഇരുന്നോളും. പിന്നെ ഉറങ്ങാനായാലും ഇച്ചിരി ഒന്ന് കരയും, പിന്നെ അവ ഉറങ്ങിക്കോളും. ഇപ്പൊ സീറ്റിൽ ഇരുന്നാ ഉറങ്ങുന്നത്, എന്റെ മടിയിൽ ഇരുന്നില്ല, കാറി ഇരുന്ന് ഉറങ്ങുന്നത്. കുറെ സമയം ഒരേ ടൈമിൽ ഇങ്ങനെ ഇരുന്ന ബോർ അടിക്കും കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചാടിയായിരുന്നുള്ളൂ. ഡയപ്പർ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചില സമയം റീയൂസബിൾ ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഈ ഡയപ്പർ അവൻ ഇതുവരെ പറഞ്ഞില്ലേ, അവൻ്റെ റാഷസ് ഒന്നും വന്നിട്ടില്ല. അത് ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. കുറേ സമയം നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. പിന്നെ ക്രീം, നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം, ഞാനിപ്പം സെബാമെഡിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്, അതും യൂസ് ചെയ്യും. പിന്നെ അവിടെ എപ്പോഴും ക്ലീൻ ആക്കി വെച്ചേക്കും. പിന്നെ ഈ ഡയപ്പർ നമ്മളിങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന എടുക്കാൻ ആളുണ്ട്, മന്ത്ലി ആള് വരും. 700 രൂപയാണ് മന്ത്ലി ഡയപ്പർ, 750 രൂപ കൊടുക്കുമ്പോൾ അവര് തിങ്കൾ ബുധൻ വെള്ളി 3 ദിവസം വന്ന് ഡയപ്പർ കളക്ട് ചെയ്തിട്ട് പൊക്കോളും. നമ്മളിവിടെ മെയിനായിട്ട് നമ്മളെ പഴയ വീട്ടിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. കാരണം വേസ്റ്റ് മാനേജ് നമുക്ക് ഒന്നാമത്തെ കാര്യം കുഴിച്ചിടാനോ അങ്ങനെയുള്ള പറമ്പൊന്നുമില്ല, നമുക്ക് മൊത്തം 6 സെന്റേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് 6 സെന്റ്, അപ്പം 6 സെന്റേ ഉള്ളൂ. അപ്പം അത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ. നമ്മളൊരു നാരകത്തിന് കുഴിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ, അടിയിൽ ഓസ് അടിച്ച് പൊട്ടിച്ച്. അതുകൊണ്ട് ഇതിന് അടിയിൽ ഫുള്ള് വാട്ടർ കണക്ഷനും വേസ്റ്റിന്റെ വെള്ളവും മഴവെള്ളത്തിന്റെ അതും ഇതും മൊത്തം ഓസ് പോയിരിക്കുക. എവിടെയെങ്കിലും ചെടി പോലും ഒന്ന് കുഴിച്ച് വെക്കാൻ വേണ്ടി പേടിയാ ഇല്ലേ, അവിടെ പൊട്ടുമോ, അന്ന് തന്നെ പൊട്ടിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ സ്ട്രഗിൾ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഒന്ന് ട്രാക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിനും ആളുണ്ട്, കുഞ്ഞിന് ഡയപ്പർ എടുക്കാൻ, ഫുഡ് വേസ്റ്റ് എടുക്കാൻ, പിന്നെ പ്ലാസ്റ്റിക്കിന് എടുക്കാൻ ഹരിതസേന വരുന്നുണ്ട്. നമ്മളെ പഴയ വീട്ടിൽ ഇതിനൊന്നും പൈസ കൊടുക്കണ്ടായിരുന്നു. ഇവിടെ ആവുമ്പം എല്ലാത്തിനും സെപ്പറേറ്റ് പ്രൈസ് ആണ്. ഫുഡ് എടുക്കുന്നതിന് ഒരു പൈസ, പിന്നെ ഡയപ്പർ എടുക്കുന്നതിന് വേറൊരു പൈസ, ഹരിതസേനയ്ക്ക് അങ്ങനെ. അപ്പം
അതിനെല്ലാം കൂടി തന്നെ ഒരു മന്ത്ലി ഒരു 2000 അതും 2000 രൂപ കോർപ്പറേഷൻ ആയതുകൊണ്ട് 100 രൂപ. കുഞ്ഞിനെ വീട്ടു ജോലി എങ്ങനെ മാനേജ് ചെയ്യുന്നു? അവൻ കിടന്നോളും. അവൻ എവിടെ ഏട്ട ചില സമയത്ത് എടുത്തോണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ പറയടി മുതലേ, ഞാൻ എടുത്തോണ്ട് നടക്കണമെന്ന് പറ. അതാ, അല്ലെങ്കിൽ ചില സമയം തൂക്കുമ്പോഴൊക്കെ ഞാൻ കൈ വെച്ചോണ്ട് തൂക്കും. അല്ലെങ്കിൽ കുഞ്ഞു കഴിഞ്ഞാൽ ഏട്ട എടുത്തോളും. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഏട്ട എടുത്തോളും, ക്ലീനിങ്ങിന്റെ സമയത്തല്ലേ എടുത്തോളും. ഉറങ്ങുന്ന സമയത്ത് കുറച്ചു നേരം ഉറങ്ങും, പിന്നെ അടുത്ത ആളുണ്ടെങ്കിൽ അവ ഉണരും. പിന്നെ ഈ ചില കുട്ടികളുണ്ട്, സത്യം പറഞ്ഞാൽ എന്റെ ചേച്ചിയുടെ കുഞ്ഞുങ്ങളായാലും ചില സമയത്ത് ഈ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഭയങ്കര കരച്ചിൽ നിർബന്ധമായിരിക്കും. പക്ഷേ ചിരിക്കും. ചില സമയത്ത് അവ ഉണരുന്നത് പോലും നമ്മൾ അറിയത്തില്ല. ഉണർന്ന് കുറെ നേരം ചുമ്മാ കിടന്നോളും. പിന്നെ നമ്മൾ പോകുമ്പോൾ കളിയും ചിരി. എപ്പോഴായാലും ഉറങ്ങി എണ്ണീറ്റ് നമ്മൾ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടേ അവ എണ്ണിക്കത്തുള്ളൂ. ചേച്ചി ബെല്ലി ഫാറ്റ് എങ്ങനെ കുറച്ചു, ഡയറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു? അതിന്റെ വണ്ണം കുറഞ്ഞതിനെ പറ്റി ചോദിക്കുന്നു. ഇപ്പൊ അങ്ങനെ ഡയറ്റ് ഒന്നും നോക്കുന്നില്ല. ഡയറ്റ് ഗ്രീൻ ടീ രാവിലെ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. ഗ്രീൻ ടീ രാവിലെ 1.5 കിലോ ബീഫ് നിന്നിട്ട് രാവിലെ ഇത് കുടിച്ചിട്ട് കാര്യമില്ല. കാരണം ഫുഡും കൺട്രോൾ ചെയ്തിട്ട് ഗ്രീൻ ടീ ഒന്ന് കുടിച്ചു നോക്ക്, നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഗ്രീൻ ടീ എത്ര ഷുഗർ കട്ട് ചെയ്താൽ മതി, മാക്സിമം നമ്മൾ വണ്ണം അപ്പം തന്നെ കുറയും. പിന്നെ ഓട്ടത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെ അങ്ങ് പോയി. അച്ഛൻ എന്ത് പറ്റിയതാന്ന് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പൊ ഞാനും മൃദുലയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അമ്മ ടെമ്പറേലാണ്. അച്ഛന് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. 14 മാർച്ച് 14 അച്ഛൻ മരിക്കുന്നത്. പിന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ഉണ്ടോന്ന്? ഇപ്പം പ്ലാൻ ഇല്ല. നമുക്ക് ഒരെണ്ണം വന്നായിരുന്നില്ലേ? അപ്പൊ അമ്പൂട്ടൻ അന്ന് തീരെ പൊടിയായിരുന്നു. 2 മാസം ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് മലേഷ്യയിലായിരുന്നു ട്രിപ്പ് പോകുന്നത്. പക്ഷെ നമ്മള് അപ്പോൾ ആ ടൈമിൽ നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. അമ്പൂട്ടൻ തീരെ ചെറുതായിരുന്നു. അപ്പോൾ അവനെ കൊണ്ട് പെട്ടെന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പം പോകാം അല്ലേ? ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പം ആടണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ. കാരണം അമ്പൂട്ടൻ ആടി ഇരിക്കുന്നതുകൊണ്ട് കുറേ നേരം ഇരിക്കുവേ. അപ്പം ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നുണ്ട്. ഇന്ന സ്ഥലമൊന്നുമില്ല, നമുക്ക് എവിടെയായാലും ഓക്കെയാണ്, ഹാപ്പി അല്ലേ മുതലേ? നമ്മളും ഉണ്ടെങ്കിൽ ഹാപ്പി. ഏത് സ്ഥലമാണേലും പറഞ്ഞല്ലേ ഏട്ടാ, ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്ത് കുറെ അനുഭവങ്ങൾ ഉണ്ടാക്കണം, കുറെ സ്ഥലങ്ങൾ കാണണം. അതിനുവേണ്ടി അതും ചോദിച്ചിട്ടുണ്ടോ കേട്ടോ നിങ്ങള് ഇനി അടുത്ത ട്രിപ്പൊക്കെ എപ്പോഴാണെന്ന്? സത്യം പറഞ്ഞാൽ കുറെ പ്ലാൻ ഉണ്ട്. വണ്ടിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും എക്സ്പ്ലോർ ചെയ്യണം എന്നൊരാഗ്രഹം. അമ്പൂട്ടൻ ഇനി സർക്കസൊക്കെ കാണിക്കണം. അപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് നിങ്ങളുടെ സ്ഥലങ്ങളിലും നിങ്ങളെ കൂടെയൊക്കെ വന്ന് നിന്ന് താമസിച്ച് നിങ്ങളെ അവിടത്തുള്ള ഹിഡൻ സ്പോട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അടിപൊളിയായിരിക്കും, വൈബായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയക്കണം. ഞാൻ മെയിൽ ID സ്ക്രീനിൽ കൊടുക്കാം. പ്രവീൺ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണെന്ന്? അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം? ഇത് മനഃപൂർവ്വം അടി ഉണ്ടാക്കാനുള്ള ചോദ്യമാണ്. അത് ലൈക്ക് ഉണ്ട്. പ്രവീണിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? ആരെയാ? എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. ഇപ്പം വൈഫിന് കൊടുക്കേണ്ടത് വൈഫിന്, കുഞ്ഞിന് കൊടുക്കേണ്ട ലവ് കുഞ്ഞിന്, പേരൻസിന് കൊടുക്കേണ്ട ലവ് പേരൻസിന്. അമ്പൂട്ടൻ വന്നതിൽ പിന്നെ എനിക്ക് കൂടുതൽ ഫോക്കസ് എവനിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം എല്ലാത്തിനും എവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് പ്രവീൺ ആൻഡ് മുറു? ഫ്യൂച്ചർ പ്ലാൻസ് സത്യം പറഞ്ഞാൽ നമ്മളെ കുറേ Q&A പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിച്ച് കാണും. പക്ഷെ എന്നാലും പറയുവാണ് ഒന്നും കൂടി. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഐഡിയ മനസ്സിലുണ്ട്. ഇത് ഐഡിയ മനസ്സിൽ വെച്ചിട്ട് ഇരുന്ന് ചെതലടിച്ചിട്ട് കുറെ വർഷങ്ങളായി. പക്ഷെ ഇത് നടപ്പിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടി കുറച്ച് വിശ്വസ്തരായ ആൾക്കാരെ കൂടെ നിർത്താൻ വേണം. പിന്നെ നമ്മൾ അവൻ ഒരിച്ചിരി ആയാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവത്തുള്ളൂ. ഒരു ബിസിനസ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. എന്തുവാ ആടുവല്ലേ അച്ഛൻ? ആട്ടി വിടുവാ. അതെല്ലാം തൊട്ട് നോക്കിയിട്ട് അമ്പൂട്ടനെ ഒന്ന് കൊണ്ട് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു നിർബന്ധം കാണിച്ച് ഉറങ്ങാൻ വേണ്ടിട്ടാ. അപ്പൊ ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 4200 പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ. അമ്മയും അച്ഛനെയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ? അവരെ വിളിക്കാറുണ്ടോ? അമ്മയും അച്ഛനെയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. പിന്നെ എനിക്കിപ്പോൾ ആരടുത്തും ഒരു പിണക്കമില്ല കേട്ടോ. ഇപ്പം അച്ഛനോടായിക്കോട്ടെ, അമ്മയോടായിക്കോട്ടെ, അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ, ആരടുത്തും യാതൊരു വിധത്തിലുള്ള പിണക്കവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, കൊച്ചായിക്കോട്ടെ എല്ലാവരും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം. ഇനി തെറ്റും ശരിയും 2 ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ എന്തോ ഇപ്പം ഇത്രയൊക്കെയുള്ള മനുഷ്യൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടതല്ലേ. ഇപ്പം
പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നാളെ സമയത്ത്. എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥമില്ലാതായിപ്പോവും. അതൊക്കെ നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റും നമുക്ക് ഒരു മകനെന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടാവാം. അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വിളിക്കാറുണ്ട്, ഇപ്പോൾ സംസാരിക്കാറുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് കേൾക്കാൻ കുറേ പേര് ആഗ്രഹിച്ചു എന്ന് എനിക്കറിയാം. കുറേ കമൻസ് വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടെ, എല്ലാവർക്കും പഴയ പോലെയൊക്കെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരാറുണ്ട്. നമ്മളെ വീടിനടുത്ത് ഒരു ഡ്രില്ലിങ് ചേട്ടനൊക്കെ ഡ്രില്ല് ചെയ്തുകൊണ്ട് തകർത്തോണ്ടിരിക്കുക. അത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതിനും കുറേ ലൈക്കുള്ള ക്വസ്റ്റ്യനാണ്. കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് വിളിച്ചാൽ പോകുമെന്ന്. കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് എന്നെ വിളിക്കണമെന്നില്ല, ഞാനായിരിക്കും അവിടെ പോയി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. സീരിയസ്ലി അതൊക്കെ വേറെ. നമുക്ക് എന്തൊരു ഇപ്പം എനിക്കൊരു ആപത്തെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങോട്ടൊരു ആപത്തെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ പറഞ്ഞെത്തും, അത് വേറെ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ചേച്ചി, ഡിഡ് യു എക്സ്പീരിയൻസ് പോസ്റ്റ്മോർട്ടം? അയ്യോ, അതൊരു പാട്ടം. ഡിപ്രഷൻ. രണ്ടും ഒരു പേരാണോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇവക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സീരിയസ്ലി ഇവക്ക് ഡിപ്രഷൻ ഞാൻ നേരി കണ്ടൊരു വ്യക്തിയാണ്. നിനക്ക് ആ പാട്ടുണ്ടായിരുന്നോ? അത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന, എല്ലാവരും പറയുന്ന, എന്നാ അറിയാതെ പോന്നി കുഞ്ഞായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ മാറില്ലേ. പുതിയ ഒരാള് നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്, ഫുള്ളി ചേഞ്ച് ആവും. പിന്നെ കുഞ്ഞിൻ്റെ, അതും പൊടി കുഞ്ഞില്ലേ, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഹോർമോണൽസ് അങ്ങനെ ഫുള്ള് കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് ബാലൻസ് ആവാൻ ചിലരൊന്നും 1 വർഷം വരെ എടുക്കുന്ന. പിന്നെ ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. ആ സമയത്ത് വേറെ സ്ട്രെസ്സും കൂടിയായിരുന്നു. അത് ആകെ മൃദുല അങ്ങ് താഴെ പോയി. ആ ടൈമിൽ മൃദുല ഇങ്ങനെ ഒറ്റയ്ക്ക് കൂടി വയ്യ, വീട് നോക്കണം, കുഞ്ഞിന്റെ കാര്യം. വയനാട് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് അടിപൊളിയായിരുന്നു. സൂപ്പർ ട്രിപ്പാണ്, അടിപൊളി അല്ലേ? കുറെ എൻജോയ് ചെയ്ത്, കുറെ ചിരിച്ച്. എത്ര ഒരാഴ്ച 10 ദിവസം അത്രയും നമ്മൾ ദിവസം ഒന്നും പോയത് അറിഞ്ഞില്ല. ഇല്ലേ, അങ്ങനെ വേണം യാത്രയായ കേട്ടോ. യാത്ര എന്ന് വെച്ചാൽ നമ്മളെ മടുപ്പിക്കരുത്. അയ്യോ ഇത്രയും ദിവസം ആയും തോന്നിക്കരുത്. എന്നാ അത്രയും ദിവസം പോയി മാറി ക്ഷീണമൊന്നുമില്ല. സത്യം നമ്മള് പോയപ്പോ 10 ദിവസം 7 ദിവസത്തെ എത്ര ദിവസത്തെ ഇത്രയും ദിവസത്തെ ട്രിപ്പായിരുന്നു. പക്ഷെ നമുക്ക് അത്ര ദിവസം ആയെന്ന് പോലും നമ്മൾ ഇനി വന്നിട്ട് ഡേറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കാരണം അത്രയും അടിപൊളി ട്രിപ്പായിരുന്നു. അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് when you both were in a relationship. മറക്കാൻ പറ്റാത്ത നിമിഷം. എന്റെ വീട്ടിൽ പിടിച്ചത്. അയ്യോ, വീട്ടിൽ പിടിച്ചത്. അച്ഛൻ വെട്ടൂത്തിയും കൊണ്ട് വന്നത്. മൃദുല പറയുക, ഞാൻ വീട്ടിൽ പശുവിനെ കറന്നുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ തൂക്കിയത് റിലേഷൻഷിപ്പ്. അച്ഛൻ ഒരലപ്പും സൗണ്ട് മാത്രമേ ഉള്ളൂ. അച്ഛൻ വെട്ടൂത്തിയും കൊണ്ട് വരുന്നു. എന്തിനാന്ന് പറഞ്ഞൂടാ. ലാസ്റ്റ് ഞാൻ കറന്നുകൊണ്ടിരുന്നിടത്തുനിന്ന് ഞാൻ എണ്ണീറ്റ്. പിന്നെ അന്ന് രാത്രി ഫുള്ള് കരച്ചിലുമ്പാളും. ഫോൺ വാങ്ങിച്ചു വെച്ച് ഞാൻ അന്ന് അച്ഛനെ അമ്മയെ ഉറക്കിയില്ല. അച്ഛാ എൻ്റെ ഫോണിൻ്റെ അച്ഛൻ പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നേ. കരഞ്ഞ ചോദിച്ചിരുന്നു. ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു, നീ എൻ്റെ ഫോണിന്നാ, നീ വെച്ചോന്ന് പറഞ്ഞു. പറഞ്ഞു നീ ഇതിന്ന് വിളിച്ചോന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഫോൺ തന്നു. ഞാൻ പറഞ്ഞില്ല, വേണ്ട, എനിക്ക് എൻ്റെ ഫോൺ തന്നെ മതി, എനിക്ക് എൻ്റെ ഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞ് പിറ്റേന്നായപ്പോൾ ഫോൺ തന്നു. അൻപൂട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനോടാണോ അമ്മയോടാണോ? പക്ഷെ അത്ര ഇഷ്ടം ആവാനുള്ള സമയം ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം അവന് ചില സമയം അച്ഛനെ വേണം, ചില സമയം അമ്മയെ വേണം. ചില സമയം ഞാൻ അടുത്തുണ്ടായിട്ടും കാര്യമില്ല, എവള് തന്നെ അടുത്തുണ്ട് വേണം. പക്ഷെ ചില സമയം വണ്ടി ഓട്ടിക്കുമ്പോ ആയിക്കോട്ടെ നോക്കിയിട്ട് അവൻ കൈ ഇങ്ങനെ ചിലപ്പോ കിടക്കുമ്പോഴേ ഞാൻ എന്റെ സൈഡിലോട്ട് അവനെ തിരിക്കും. അവൻ തിരിഞ്ഞു പോയി ഏട്ടനെ നോക്കിയിരിക്കും. ഏട്ടൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏട്ടനെ തിരിഞ്ഞ് ഏട്ടനെ നോക്കിയിരിക്കും. രണ്ടുപേരും വേണം. അവന്റെ ഇതനുസരിച്ചിരിക്കും. നമ്മളെ രണ്ടുപേരും മാത്രമല്ലേ കൂടുതൽ സമയം അവൻ കാണുന്നുള്ളൂ. പ്രവീൺ ചേട്ടനും മുറിച്ചേച്ചിക്കും എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ടെന്ന്? എനിക്ക് 25, ഏട്ടന് 26. നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 11 മാസത്തെ വ്യത്യാസം. ഒരു വയസ്സില്ലല്ലേ നമ്മള്? കാരണം ഞാൻ നവംബർ, ഏട്ടൻ ഡിസംബർ അല്ലേ, ആ 1 മാസത്തെ വ്യത്യാസം. 11 മാസത്തെ വ്യത്യാസം. 10th 12th മാർക്ക് ഫുൾ A+ ആണോ? ആർക്ക്? എനിക്ക് SSLCക്ക് 3 A+ഓ 4 A+ഓ ഓർമ്മയില്ല, 3ആന്ന് തോന്നുന്നു. പിന്നെ +2ന് A+ ഇല്ലായിരുന്നു. ഞാൻ പഠിക്കാനായിട്ട് എനിക്ക് വലിയ കഴിവൊന്നുമില്ലായിരുന്നു. ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് അത്രയൊക്കെ ഉള്ളായിരുന്നു. ഏവിയേഷന് പോയി പഠിച്ചു. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നെ തൂമ്പക്കറിയും. കാരണം പൈസ അന്ന് ഇതിന്റെ ഏവിയേഷന് പൈസ ഫീസ് അടച്ച ഡിഗ്രിക്ക് എനിക്ക് മെറിറ്റ് കിട്ടിയതാ. പക്ഷെ ഏവിയേഷന് പോയപ്പം അന്നത്തെ 1 ലക്ഷം രൂപ എന്തോ ആണ് അന്നത്തെ ഫീസ്. കാരണം ഇത് ഞാൻ പരീക്ഷയ്ക്ക് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ 40,000 രൂപ വേണം അടുത്ത എക്സാം എഴുതണമെങ്കിൽ, റീ എക്സാം എഴുതണമെങ്കിൽ.
അപ്പം അതുകൊണ്ട് ഞാൻ അന്നിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു, അതുകൊണ്ട് പാസ്സായി. 10ല് 7 A+, 2 ഒരു B+. അന്ന് ട്യൂഷനൊന്നും പോകത്തില്ലായിരുന്നു. +2 4 A+, 2 A. റിസൾട്ട് ഉടനെ വരും. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയോ ഗൈസ്? നിങ്ങളൊക്കെ എഴുതിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു? എല്ലാരും വന്ന് എക്സാം കഴിഞ്ഞ് ചോദിക്കുന്ന ഒരേ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എല്ലാരും പറയുന്ന ഒരേ ഒരു ആൻസർ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എന്തോ കുഴപ്പമുണ്ട്. എന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണെന്നുള്ളത്. തക്കാളി ചോറ്, ടൊമാറ്റോ റൈസ് നല്ലോണം ഉണ്ടാകും. പിന്നെ തീയല്, വെണ്ടയ്ക്ക ഇത് മറ്റേ നമ്മുടെ വഴുതനങ്ങയൊക്കെ വെച്ചിട്ടുള്ള വിഴുക്കോട്ടി അല്ല സോറി തീയൽ ഭയങ്കര ഇഷ്ടം. പിന്നെ മീൻകറിയൊക്കെ ആവറേജ്. മീൻകറി 2 വട്ടം വെച്ചത് ഫ്ലോപ്പ് ആയനാ ഈ പറയുന്നത്. ആദ്യമൊക്കെ സൂപ്പർ, ചില നേരം പക്ഷെ മീൻകറിയൊക്കെ അവളത്ര പ്രോ അല്ലെന്ന് ഞാൻ പറഞ്ഞു, നോട്ട് പ്രോ. പിന്നെ രസം ഇപ്പം കുറേ നാളെ എനിക്ക് വെച്ച് തന്നിട്ട് രസം നല്ലോണം വയ്ക്കും. അതൊരു തമിഴ്നാട് സ്റ്റൈലിൽ നല്ലോണം രസം വയ്ക്കും, നല്ല പുളിയും നല്ല ടേസ്റ്റാണ്. നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കും നല്ലോണം. കറിയും ബീഫ് കറിയും ഒന്നും പറയല്ലേ, ഇനി ഞാൻ വെച്ചേരത്തില്ല, തന്നെത്താനെ വെച്ച് തിന്നാ മതി. ഇത്രയാണ് എന്റെ ഫേവറേറ്റ് അവൾ ഉണ്ടാക്കുന്നത്. എനിക്ക് ഫേവറേറ്റ് ആയതല്ലേ എനിക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഏതാണ് ഫേവറേറ്റ്? ബിരിയാണി. അടുത്തത് കുറെ നാളെ വെച്ച് തന്നിട്ട് ബിരിയാണി ഞാൻ വെച്ചുതരാം. ഇനി കപ്സ അന്നുണ്ടാക്കിയത് അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ Q&A വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു Q&A സെക്ഷൻ കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. ഉറങ്ങുമ്പോ ഇല്ല ജപ്പാൻകാരൻ കൊച്ചുങ്ങളാണ് ഇരിക്കുക, ചുണ്ട് വെച്ചിരിക്കും നോക്കില്ലേ, കറക്റ്റ് ജപ്പാൻ